വോയിസ് ഓഫ് ദ ചർച്ച് എന്ന ഈ ശാലോം പ്രോഗ്രാമിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മോടൊത്തുള്ള വിശിഷ്ടാതിഥി ഇടുക്കി രൂപതയുടെ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ പിതാവാണ്. 2018 മുതൽ ഇടുക്കി രൂപതയെ നയിക്കുന്ന അഭിവന്ദ്യ പിതാവിൻ്റെ സാമൂഹ്യ ദർശനങ്ങളും സഭാ ദർശനങ്ങളുമൊക്കെ പങ്കുവയ്ക്കപ്പെടുന്ന വിശിഷ്ടമായ ഈ പ്രോഗ്രാമിലേക്ക് അഭിവന്ദ്യ പിതാവെ അങ്ങയെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ സ്പൂൺ ഫീഡിങ് ഏറെ വർദ്ധിക്കുന്ന കാലഘട്ടത്തിലാണ്. അതായത് കൊച്ചുങ്ങൾക്ക് മുതൽ സ്കൂളിൽ പോകാൻ തുടങ്ങുന്ന കുട്ടിക്ക് അമ്മ ബാഗ് എടുത്ത് കൊടുക്കുക, ഉറങ്ങാൻ പോകുന്ന കുട്ടീനെ പുതപ്പിച്ച് കൊടുക്കുക, ഇതൊക്കെ നമ്മുടെ വീടുകളിൽ ഇന്ന് നടന്നു വരുന്ന ഒരു പ്രവണതയാണ്. ഇതിലൂടെ പതുക്കെ ഈ കുട്ടികൾ, പ്രത്യേകിച്ച് ആൺകുട്ടികൾ, ഈ സ്വന്തം കാര്യം ചെയ്യാൻ പറ്റാത്ത ഒരു സ്വഭാവ വിശേഷത്തിലേക്ക്, ഒരു വ്യക്തിത്വത്തിലേക്ക് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു വളരെ ചെറുപ്പം മുതൽ കുറച്ചുകൂടി ഉത്തരവാദിത്തപ്പെട്ട ഒരു തലത്തിലേക്ക് കുട്ടികളെ വളർത്തുന്നതിലുള്ള ഒരു ഇടപെടൽ മാതാപിതാക്കളും ഒക്കെ ചെയ്യേണ്ടതല്ലേ? തീർച്ചയായിട്ടും അത് ചെയ്യേണ്ടതാണ്. അതായത് മാതാപിതാക്കൾക്ക് കുട്ടികളോട് പൊതുവെ നല്ല സ്നേഹമൊക്കെ ഉണ്ട്. ആ സ്നേഹം നല്ലതാണ്. ചിലപ്പോൾ നമുക്ക് തോന്നും അമിതമായിട്ട് താലോലിച്ച് വഷളാക്കുന്നുണ്ടോ എന്ന് നമ്മൾ സംശയിക്കണം. തീർച്ചയായിട്ടും സ്നേഹിക്കണം. ആ സ്നേഹിക്കുന്നതോടൊപ്പം ഈ കുട്ടിയെ, ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും പക്വതയിലേക്കൂടെ വളർത്തുന്ന രീതിയിലുള്ള സംവിധാനം നമ്മൾ വളർത്തിയെടുക്കും. ഇവിടെ നമുക്ക് കൂടുതൽ സന്തോഷം അറ്റാച്ച്മെൻറ്റുകളാണ്. പക്ഷേ ഈ അറ്റാച്ച്മെൻറ്റുകളിൽ മാത്രം നമ്മൾ ഒതുങ്ങി നിന്ന് കഴിയുമ്പോൾ ഈ ബന്ധപ്പെട്ട ആളുകൾ ഇൻഡിപെൻഡൻ്റ് ആകുമ്പോഴാണ് അവർക്ക് ഒരു പക്വത കിട്ടുന്നത്. ആ രീതിയിലേക്ക് നമ്മുടെ പേരൻറ്റിങ് കുറച്ചുകൂടി വളരണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലായെങ്കിൽ ഈ പ്രശ്നം പെട്ടെന്നൊന്നും പരിഹരിക്കപ്പെടുകയില്ല. പെൺകുട്ടികളുടെ കാര്യത്തിൽ ഇത് പരിഹരിക്കപ്പെടാൻ കാരണം എന്ന് പറഞ്ഞാൽ പെൺകുട്ടികളുടെ മാര്യേജിന് പെൺകുട്ടികൾക്ക് കൂടുതൽ ഡിമാൻഡുണ്ട്. കാരണം അതുകൊണ്ട് തന്നെ പെൺകുട്ടികളുടെ മാര്യേജ് നടത്താനായിട്ട് എളുപ്പമാണ്. ഒപ്പം പിതാവ് ഒരു കാര്യം കൂടി ഉണ്ടെന്ന് തോന്നുന്നു. അതായത് ഈ പെൺപിള്ളേരെ കാരണവന്മാരെ വളർത്തുന്നത് ഇവൾ മറ്റൊരു വീട്ടിൽ ചെല്ലേണ്ടവളാണ്. അപ്പം അവിടെ ചെന്ന് അവൾ അത് ചെയ്യണം, ഇത് ചെയ്യണം. അതുകൊണ്ട് തന്നെ ഇവളെ ചെറുപ്പം മുതലേ ഭക്ഷണം പാകം ചെയ്യാനും അല്ലെങ്കിൽ ഒരു വീട് ഓടിച്ചുകൊണ്ട് പോകാനൊക്കെ ഇവളെ പഠിപ്പിക്കും. ഇല്ലെങ്കിൽ നാണക്കേടാണ് മാതാപിതാക്കൾക്ക്. അത് പക്ഷെ അത്തരം ഒരു ശ്രദ്ധ ഈ ആൺകുട്ടികളിൽ വേറെയെങ്കിലും ചെല്ലാനുള്ളവരല്ല. അപ്പോൾ അതും കൂടി ഇതിന് കാരണമാവുമോ? അത് ഒരുപക്ഷെ അതിനൊരു കാരണമാകാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇപ്പോൾ ഉള്ള പല പെൺകുട്ടികൾക്ക് ഇതൊന്നും അറിയില്ല എന്നുള്ളതാണ് വാസ്തവമുള്ളത്. പക്ഷേ വിവാഹരംഗത്ത് പെൺകുട്ടികൾക്ക് ഡിമാൻഡ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ആ വിഭാഗത്തിലിങ്ങനെ പണ്ട് സ്ത്രീധനം ഒരു വലിയ പ്രശ്നമായിരുന്നു. ഇപ്പോൾ സ്ത്രീധനം അങ്ങനെ ഒരു പ്രശ്നം അല്ല. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രയാസം ഇവിടെ ഇല്ല. ഇപ്പം എനിക്ക് തോന്നുന്നത് ഈ ആൺകുട്ടികളെ കുറേയും കൂടെ സ്വയം പര്യാപ്തരാക്കുകയും അവർക്ക് ആ ഓറിയൻറ്റേഷൻ കൊടുക്കുകയും അവരെ കുറച്ചുകൂടി ഉത്തരവാദിത്തങ്ങൾ ഏൽക്കാൻ സാധിക്കുന്ന വ്യക്തിത്വങ്ങളായിട്ട് അവരെ വളർത്തുകയും ചെയ്യും. അത് കേവലം ഉപദേശങ്ങളിൽ നടക്കുകയല്ല, അതൊരു പ്രോസസ്സാണ്. അവരത് ചെയ്ത് പഠിക്കുമ്പോഴാണ് അവർ ആ രീതിയിലേക്ക് കടന്നു വരുന്നത്. വീടാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം വീടാണ്. അതുപോലെ തന്നെ സൊസൈറ്റിയിലും കാഴ്ചപ്പാടുകൾ മാറും. സൊസൈറ്റിയിൽ ഒരിക്കലും എന്നോട് ഒരു വിദേശത്ത് ഉള്ള ഒരു വ്യക്തി ഇവിടെ സന്ദർശിക്കാമെന്ന് കഴിഞ്ഞപ്പോൾ എന്നോട് ഒരു കമൻറ്റ് പറഞ്ഞ ഒരു കാര്യം ഞാൻ ഓർക്കുകയാണ്. നിങ്ങളുടെ നാട്ടിൽ എവിടെ യാത്ര ചെയ്താലും കുറേ പേരിങ്ങനെ കടത്തണ്ണയിൽ കുറേ ആളുകൾ വെറുതെ ഇരിക്കും എന്ന് കാണാറുണ്ട്. ഞങ്ങൾ അവിടെ ഒന്നും കാണാറില്ല. കാരണം അവിടെ അങ്ങനെ കടത്തണ്ണ വെറുതെ ഇരുന്ന് ഒരാൾക്ക് ജീവിക്കാൻ സാധിക്കില്ല. അപ്പോൾ നമ്മുടെ ഇവിടെ അങ്ങനെ ഒരു പ്രത്യേകിച്ച് അത്യാവശ്യം ഭക്ഷിക്കാനൊക്കെ കാർഷിക മേഖല കിട്ടും, ചെറിയ ജോലി ചെയ്ത് അത്യാവശ്യം പട്ടച്ചെലവിന് കിട്ടും. അതിൻ്റെ അപ്പുറത്തേക്ക് എനിക്കൊരു കുടുംബം പുലർത്തണം, എനിക്ക് സെറ്റിൽഡ് ആകണം, എനിക്ക് ഫാമിലി വേണം, അങ്ങനെയുള്ള ചിന്തയിലേക്ക് നമ്മുടെ ചെറുപ്പക്കാർ വളരുന്ന രീതിയിൽ ക്രിയാത്മകമായ മാറ്റം സമൂഹത്തിൽ വേണം, കുടുംബത്തിൽ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് മാറ്റം വേണം. തീർച്ചയായിട്ടും നമുക്ക് കുറച്ചുകൂടി നമ്മുടെ കുട്ടികൾ, അതെവിടെയാണെങ്കിലും ഹൈ റേഞ്ചിൽ മാത്രമല്ല, നമ്മുടെ കുട്ടികൾ അവർ സ്വന്തം കാലിൽ നിൽക്കാൻ എല്ലാ അർത്ഥത്തിലും, സാമ്പത്തികമായിട്ടാവട്ടെ, വീക്ഷണങ്ങളുടെ കാര്യത്തിലാവട്ടെ, കാര്യപ്രാപ്തിയുടെ കാര്യത്തിലാവട്ടെ, സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു പരിശീലനം അത് നൽകുന്ന കാര്യത്തിൽ നമ്മൾ മലയാളി സമൂഹം, പിതാവ് പറഞ്ഞ ആ ഒരു വാക്ക് വളരെ, നമ്മൾ അറ്റാച്ച്ഡ് ആണ് എന്നുള്ളൊരു വാക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.
ഈ ഈ അമിത സ്നേഹം മൂലം ചിലപ്പോൾ നമ്മൾ ഈ സ്വന്തം കാലിൽ നിൽക്കാൻ അവനെ അല്ലെങ്കിൽ അവളെ പ്രാപ്തയാക്കുക എന്നുള്ള കാര്യത്തിലായിരിക്കും ചിലപ്പോൾ പരാജയപ്പെടുന്നത്. ആ ഒരു മേഖല വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു മേഖലയാണെന്നാണ് പിതാവ് പറഞ്ഞത്. പിതാവ്, എനിക്ക് വളരെ വേദനാജനകമായ ഒരു കാര്യത്തെക്കുറിച്ച് അങ്ങയോട് ചോദിക്കാനുണ്ട്. ലഹരിക്ക് അടിമപ്പെടുന്ന ടീനേജ് പ്രായത്തിലുള്ളവർ, അത് ടീനേജ് എന്ന് പോലും ചിലപ്പോൾ വിളിക്കാൻ അതിനേക്കാൾ മുൻപ് തന്നെ, ടീനേജ് എന്ന് പറയുന്നതിലും മുൻപ് തന്നെ ലഹരി ഉപയോഗിക്കുകയും ലഹരി വിൽക്കാൻ കൂട്ടുനിൽക്കുകയും അങ്ങനെ പണമുണ്ടാക്കുകയും ലഹരിയുടെ അടിമകളാകുകയും ഒക്കെ ചെയ്യുന്ന കുട്ടികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്ന ഒരു സാഹചര്യം കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ പത്രമാധ്യമങ്ങളിലൊക്കെ ലഹരിയുമായി പിടിച്ചു എന്നൊരു വാർത്ത ഇല്ലാത്ത പത്രങ്ങൾ കുറവായിരിക്കും. അതെല്ലാം ടീനേജ് പിള്ളേരും യുവാക്കളുമൊക്കെയാണ്. ഈ ഒരു മേഖലയെ, ഈ ഒരു പ്രശ്നത്തെ പിതാവ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? തീർച്ചയായിട്ടും വളരെ ആശങ്കാജനകമായ, സങ്കടപ്പെടുന്ന ഒരവസ്ഥയാണ്. നമ്മുടെ സ്കൂളുകളിൽ പോലും ഈ ലഹരിയുടെ വ്യാപനമുണ്ട്. ലഹരി ഉപയോഗിക്കുന്ന ചെറുപ്പക്കാരുണ്ട്, കുട്ടികളുണ്ട്. പല രീതിയിലുള്ള ചൂഷണം ആ മേഖലയിലുണ്ട്. ലഹരിയുടെ ക്യാരിയറായിട്ട് വർത്തിക്കുന്നവരുണ്ട്. ലഹരി ഉപയോഗിച്ച് വ്യക്തികളെ അടിമകളാക്കി അവരെ തിന്മകളിലേക്ക് നയിച്ച് വളരെ മോശകരമായ കാര്യങ്ങളിലേക്കൊക്കെ നയിച്ച് വലിയൊരു അപകടകരമായ കാര്യമാണ് ഇത്. സത്യത്തിൽ ഈ കാര്യത്തിൽ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള പോലീസൊക്കെ നിസ്സഹായരാണ്. കാരണം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ലോബികളെന്ന് പറയുന്നത് വളരെ ശക്തരായ ലോബികളാണ്, അല്ലാതെ ഒരു സാധാരണക്കാരല്ല. അവർക്കത് കൃത്യമായ അജണ്ടയുണ്ട്, കൃത്യമായ പ്ലാനുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കേസുകൾ വരുമ്പോൾ ഇങ്ങനെയുള്ള ആളുകളെ ക്കെതിരെ നിയമ നടപടി എടുക്കാനായിട്ട് ഉദ്യോഗസ്ഥരൊക്കെ പലപ്പോഴും മടിക്കുകയാണ്. ഉദ്യോഗസ്ഥർക്ക് അവരുടെ കുടുംബമുണ്ട്, അവരുടെ ജീവിതമുണ്ട്, അവരുടെ മക്കളുണ്ട്. ഇത് സത്യത്തിൽ വളരെ ഇച്ഛാശക്തിയോടുകൂടി ഭരണകൂടം ഉണർന്ന് പ്രവർത്തിച്ചാൽ മാത്രം നിയന്ത്രിക്കാവുന്നൊരു കാര്യമാണ്. ഇതിൻ്റെ ലഭ്യത ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. രണ്ട്, ഇത് കൈവശം വെക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകളുമായിട്ട് ബന്ധപ്പെട്ട് നല്ല ശക്തമായ രീതിയിലുള്ള നിയമ സംവിധാനങ്ങളും ശിക്ഷാ നടപടികളും ഉണ്ടാകണം. പക്ഷെ ഇവിടെ അഴിമതി വ്യാപിച്ചിരിക്കുന്ന ഒരു സൊസൈറ്റിയിൽ പണത്തെ ആരാധിക്കുന്ന ഒരു, അല്ലെങ്കിൽ സുഖഭോഗങ്ങളെ ആരാധിക്കുന്ന ഒരു സൊസൈറ്റിയിൽ ഏത് വിധേനയും പണം ഉണ്ടാക്കണമെന്ന് ചിന്തിക്കുന്ന ആളുകളാണ് ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നത്. പക്ഷേ അത് നമ്മുടെ ചെറുപ്പക്കാരുടെ തലമുറയെ നശിപ്പിച്ച് കളയുകയാണ്. ധാരാളം അനുഭവങ്ങളുണ്ട്, പ്രത്യേകിച്ച് ധ്യാന കേന്ദ്രങ്ങളിൽ കൗൺസിലിങ്ങിന് വരുന്നത്. ഈ മാതാപിതാക്കൾ കുട്ടികളായിട്ടൊക്കെ കൊണ്ടുവരുമ്പോൾ കൗൺസിലിങ്ങിന് പോകുന്ന ആളുകൾ വളരെ സങ്കടം തോന്നാറുണ്ട്. കാരണം ഈ ലഹരി ഉപയോഗിച്ച് കഴിയുമ്പോൾ ഇവൻ ഒരു മനുഷ്യനായിട്ടല്ല പ്രവർത്തിക്കുന്നത്, വേറൊരു വ്യക്തിത്വമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ചിലപ്പോൾ ചില വീടുകളിലൊക്കെ പേരൻസ് പേടിച്ചിട്ടൊക്കെയാണ് ജീവിക്കുന്നത്. നമ്മുടെ സ്കൂളുകളിലും അതുപോലെ തന്നെ നമ്മുടെ ഭക്തസംഘടനകളിലെല്ലാം ശക്തമായിട്ട് നമ്മൾ ബോധവൽക്കരണം നടത്തുന്നുണ്ട്, ലഹരിക്കെതിരെ ബോധവൽക്കരണം നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെ കൗൺസിലിങ്ങിന് വരുന്ന ആളുകൾക്ക് സിസ്റ്റേഴ്സ് കൗൺസിലിംഗ് ഒക്കെ കൊടുക്കാറുണ്ട്. പക്ഷേ അത് പര്യാപ്തമല്ല, അത് പോരാ. കൂടുതൽ ഈ രംഗത്ത് നമ്മളെക്കൊണ്ട് സാധിക്കുന്ന രീതിയിൽ സഭ പ്രവർത്തിക്കേണ്ടതാണ്. അതാണ് എൻ്റെ ബോധ്യം. തീർച്ചയായിട്ടും പിതാവേ, ഇത് ശ്രദ്ധിക്കപ്പെടേണ്ട, കൈകാര്യം ചെയ്യപ്പെടേണ്ട ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. മാതാപിതാക്കൾ നിസ്സഹായരാണെന്നാണ് മാതാപിതാക്കൾ പറയുന്നത്. കാരണം അവർ കുഞ്ഞുങ്ങളുടെ വഴികളെ അറിയുന്നില്ല. സ്കൂൾ അധികാരികൾക്ക് ഈ നിസ്സഹായതയാണ് അവർ പലപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് വയ്ക്കുന്നത്. ഇതുപോലെയുള്ള ഈ സഭ പോലെയുള്ള മറ്റ് ആത്മീയ പ്രസ്ഥാനങ്ങളും ഈ ഒരു മേഖലയിൽ ബോധവൽക്കരണമുണ്ട്, ഇടപെടലുകളുണ്ട്, കൗൺസിലിംഗ് ഉണ്ട്, ഇതെല്ലാം സംഭവിക്കുന്നുണ്ട്. പിതാവ് നേരത്തെ പറഞ്ഞൊരു ഇതിൻ്റെ ലഭ്യത ഓരോ ദിവസവും വർദ്ധിച്ചു വരികയാണ്. ഒരുപക്ഷെ ഈ ലഭ്യത ഈ തലങ്ങളിൽ വളരെ സംഘാതമായ ഏതെങ്കിലും, ഇപ്പോൾ ഗവൺമെൻറ്റുകൾ വിചാരിച്ചാലോ ഒക്കെ വേണമെങ്കിൽ ഇതിനെ നമുക്ക് കുറേ കൂടിയൊക്കെ ഒരു കൺട്രോൾ ചെയ്യാമായിരിക്കാം. അപ്പം നമുക്ക് ഇതിനെതിരെ ഉണരേണ്ട മനുഷ്യ മനസാക്ഷി ഉണരണം. അപ്പം അത്തരത്തിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ? തീർച്ചയായിട്ടും ഇതിൻ്റെ ശക്തമായൊരു ബോധവൽക്കരണം സഭയുടെ ഭാഗത്ത് നിന്ന് സഭ ചെയ്യുന്നുണ്ട്. ഇനി കൂടുതലത് ചെയ്യേണ്ടതാണ്. പക്ഷെ നമുക്കറിയാം, ഇതെല്ലാം കൂടുതൽ കാര്യക്ഷമമായിട്ട് ചെയ്യേണ്ടത് ആരാണ്? ചെയ്യേണ്ടത് സർക്കാരാണ്. സഭയുടെ ഭാഗത്ത് നമുക്ക് ചെയ്യാവുന്നതൊരു ബോധവൽക്കരണം, നമ്മളതിൻ്റെ
പാപകരമായ അവസ്ഥ, ഇതിൽ ഇരയാകുന്നവരെ ഇരയാകുന്നവരെ രക്ഷിക്കാനുള്ള കൗൺസിലിങ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മുടെ പരിമിതികൾ അതാണ്. എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ഒരിക്കലും കത്തോലിക്ക സഭയ്ക്ക് നമുക്ക് ഉത്തരം കൊടുക്കാൻ സാധിക്കില്ല. ഇത് നമ്മളൊരു സൊസൈറ്റിയുടെ ഭാഗമായതുകൊണ്ട് ഇതിന് നേതൃത്വം വഹിക്കുന്ന ഗവൺമെൻറ് ഇക്കാര്യത്തിൽ നിയമ നടപടികൾ വളരെ കർക്കശമാക്കുകയും ഇങ്ങനെയുള്ള അഴിമതികളിൽപ്പെട്ട ആളുകൾക്ക് ചിലപ്പോൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ വലിയ രാഷ്ട്രീയ സ്വാധീനമൊക്കെ ഉപയോഗിച്ചൊക്കെ ആയിരിക്കാം ഇങ്ങനെയൊക്കെ ഈ നെറ്റ്വർക്ക് ഉപയോഗിച്ച് ഇതുപോലെ ഇത് വ്യാപിപ്പിച്ചിരിക്കുന്നത്. അതിനെയൊക്കെ പ്രതിരോധിക്കാനായിട്ടുള്ള ഇച്ഛാശക്തി ഗവൺമെൻറ് കാണിക്കണം. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ആളുകൾക്ക് പുനരധിവാസത്തിനുള്ള സാധ്യതകൾ കൂടുതൽ തുറക്കണം. പിന്നെ ലഹരി ക്യാരി ചെയ്യുന്നവരും ലഹരിയുടെ പിന്നിൽ പ്രവർത്തിക്കുന്നവരും ഉൽപ്പാദിപ്പിക്കുന്നവരെയൊക്കെ നല്ല രീതിയിൽ നിയമ വഴി മാത്രമേ ഇത് പരിഹരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നാണ് എൻ്റെ ബോധ്യം. തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, ഇത് നമ്മുടെ മനസാക്ഷി ഉണരേണ്ട ഒരു കാലമാണിത്. കാരണം പിതാവ് സൂചിപ്പിച്ചതുപോലെ സഭ പോലെയുള്ള ആത്മീയ മുന്നേറ്റങ്ങൾക്ക് ഈ രംഗത്ത് ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്യുന്നുണ്ട്. ബോധവൽക്കരണമായിട്ടും അവരെ അടിമപ്പെടുന്നവരെ രക്ഷിക്കുന്നതിനായിട്ടും അങ്ങനെ ധാരാളം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇനിയും ഈ മേഖലയിൽ കണ്ണു തുറക്കപ്പെടേണ്ട ധാരാളം മേഖലകളുണ്ട്. ഇതിനെ നിയന്ത്രിക്കേണ്ട, ഇതിൻ്റെ ലഭ്യത കുറയ്ക്കേണ്ട. അപ്പോൾ ആ തരത്തിലാണ് ഇനിയുള്ള ഇടപെടലുകൾ വരേണ്ടത്. ഭരണാധികാരികളുടെ ഭാഗത്തു നിന്നൊക്കെ ഈ മേഖലയിൽ വളരെ ശക്തമായ ഇടപെടലുകൾ നടക്കേണ്ടതുണ്ട് എന്നാണ് പിതാവ് സൂചിപ്പിച്ചത്. പിതാവ്, എനിക്ക് ഇതിനോട് ചേർത്ത് ചോദിക്കാനൊരു ചോദ്യം എൻ്റെ മനസ്സിൽ വരുന്നത്, നമ്മുടെ യുവജനങ്ങളും ഈ കൗമാരക്കാരും ശരിക്കും അവർ സമൂഹത്തോട് ചേർന്ന് നടക്കുക എന്നൊരു പ്രവണത നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്നു മുൻകാലങ്ങളിൽ. ഉദാഹരണം, ഒരു ആൺകുട്ടിയോ പെൺകുട്ടിയോ ആൾ പഠിക്കുമ്പോൾ എനിക്കെൻ്റെ നാട്ടിലെന്തെങ്കിലും ചെയ്യണം, നാട്ടിലെന്തെങ്കിലും എൻ്റെ വിദ്യാഭ്യാസം കൊണ്ട് അങ്ങനത്തെ ഒരു ചിന്ത എല്ലാവർക്കും ഉണ്ടായിരുന്നു. നാടിന് പ്രയോജനപ്പെടുന്ന ഒരു കച്ചവടം നടത്തണം. ഇങ്ങനെയൊക്കെയുള്ള ഒരു നാടിനോട് അല്ലെങ്കിൽ സമൂഹത്തോട്, എന്നെ വളർത്തിയ സമൂഹത്തോട് ഒരു തിരിച്ചൊരു പ്രതിബദ്ധത, സഭയോടാണേലും അങ്ങനെയൊക്കെ ഒരു പ്രതിബദ്ധത നമ്മുടെ കുഞ്ഞുങ്ങളിലുണ്ടായിരുന്നു, യുവാക്കളിലുണ്ടായിരുന്നു. സഭയ്ക്ക് എന്തെങ്കിലും, എന്നെ പഠിപ്പിച്ചത് സഭയുടെ സ്ഥാപനങ്ങളാണ് എന്നെ വളർത്തിയത്, അപ്പോൾ തിരിച്ചെന്തെങ്കിലും സഭയ്ക്ക് നൽകണം, സഭാ സമൂഹത്തോട് അങ്ങനത്തെ ഒരു ഒരുമിച്ചുള്ള യാത്ര, ഒരു സാമൂഹിക അവബോധമെന്നോ സഭാ അവബോധമെന്നൊക്കെ ഇതിനെ പറയാം. ഈ ഒരു അവബോധം ഇന്ന് നമ്മുടെ ഈ ടീനേജ് അതുപോലെ യുവാക്കളിൽ കുറഞ്ഞു വരികയാണോ? ഇന്ന് നമ്മൾ ഈ ഒരു കാര്യം എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കുറഞ്ഞു വരികയാണ് എന്ന യാഥാർത്ഥ്യം നമ്മൾ അംഗീകരിക്കണം. ഇതാണ് യാഥാർത്ഥ്യപരമായ കാര്യം. ഒരു കാലത്ത് അങ്ങനെ ഒരു ചിന്തയുണ്ടായത്. കാരണം അന്ന് എല്ലാവരും ഒരു മനുഷ്യൻ്റെ കാഴ്ചപ്പാടുകളിൽ ബന്ധങ്ങളെല്ലാം വ്യത്യാസമുണ്ടായിരുന്നു. പ്രായമായവരെ ശുശ്രൂഷിക്കണം, ആ ഒരു കാഴ്ചപ്പാട് മിക്കവാറും വീടുകളിലെല്ലാം ഉണ്ടായിരുന്നു. അത് തുടരുന്നുമുണ്ട്. അല്ലെങ്കിൽ പാവപ്പെട്ടവരെ സഹായിക്കണം, സാമൂഹിക പ്രസ്ഥാനങ്ങളിലൊക്കെ അംഗത്വം നേടണം, അതെല്ലാം ഉണ്ട്. ഇന്ന് സ്കൂളുകളെല്ലാം അതിൻ്റെ എല്ലാം ഒരു പരിശീലനമൊക്കെ സ്കൂളുകളിലൊക്കെ നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ഓരോ യൂണിറ്റുകൾ വഴി NSS വഴിയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കുറേ സംവിധാനങ്ങൾ ചെയ്യുന്നുണ്ട്. കത്തോലിക്ക KCSL വഴിയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് ഉള്ളിൻ്റെ ഉള്ളിലൊരു ബോധ്യമായിട്ട് വരുന്നില്ല. രണ്ടാമതായിട്ട് നമ്മുടെ ക്രൈസ്തവ യുവജനങ്ങൾ, പ്രത്യേകിച്ച് സുറിയാനി ക്രൈസ്തവരുടെ കാര്യം ഞാൻ പറയാം, നമുക്ക് പല മേഖലകളിലും സംവരണമില്ല. അടുത്ത കാലത്താണ് നമുക്ക് EWSൻ്റെ ആനുകൂല്യത്തിലേക്കൊക്കെ വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾ PSC ഒന്നും എഴുതി പോകുന്നില്ല, എഴുതിയാൽ കയറത്തില്ല, എഴുതാനായിട്ട് തന്നെ വരുന്നവർ വളരെ കുറവാണ്. അപ്പോൾ ഇവരുടെ എല്ലാം മനസ്സിലുള്ളത് എങ്ങനെയെങ്കിലും ഒരു ജോലി കണ്ടുപിടിച്ച് കേരളത്തിന് വെളിയിലേക്ക് പോകണം, ആ ഒരു ചിന്തയാണ്. ആ ഒരു ചിന്ത ഉള്ളത് കൊണ്ട് തന്നെ ഈ നാട്ടിൽ നിന്ന് ഈ നാടിനെ ശുശ്രൂഷിക്കണം, ഈ നാടിനെ സേവിക്കണം എന്നൊരു ചിന്ത അവരുടെ മിക്കവാറും പേരുടെ മനസ്സിലേക്ക് കടന്നു വരുന്നില്ല. അത് വലിയൊരു അപകടകരമാണ്. കാരണം നമ്മുടെ നാട്ടിൽ അവരുടെ ടാലൻസ് ഈ നാട്ടിൽ തന്നെ ഉപയോഗിക്കാനുള്ള ഒരുപാട് മേഖലകളുണ്ട്. ആ ടാലൻസ് അവർ ഉപയോഗിക്കുകയാണെങ്കിൽ സമൂഹത്തിൽ ക്രിയാത്മകമായിട്ട് ചെയ്യാൻ സാധിക്കും. നല്ല അധ്യാപകരാകാൻ സാധിക്കും, നല്ല ഉദ്യോഗസ്ഥരാകാൻ സാധിക്കും, നല്ല കർഷകരാകാൻ സാധിക്കും, ബിസിനസ്സുകാരാകാൻ സാധിക്കും. കാരണം ഇവർ വളർന്നു വരുന്ന ക്രിസ്തീയ മൂല്യങ്ങളിലാണ്. ആ മൂല്യങ്ങൾക്ക് ഒരു സാക്ഷ്യം വഹിക്കുന്ന രീതിയിൽ ജീവിക്കാൻ അവർക്ക് ഇവിടെ കഴിയും. പക്ഷേ ആ രംഗത്തെക്കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല. പിന്നെ പേരൻസ് ആണെങ്കിലും ചിന്തിക്കുന്നത് എപ്പോഴാണ്? ചിന്തിക്കുന്നത് എങ്ങനെയാണ്? ജർമ്മനിയിൽ ജോലിയുള്ള ഒരാളുടെ വീട് പുതുതായിട്ട് പണിതതും അവൻ വണ്ടി മേടിച്ചതും അല്ലെങ്കിൽ അവരുടെ മറ്റ് സുരക്ഷിത കാര്യങ്ങളാണ് അവരുടെ മനസ്സിൽ കിടക്കുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിലത് വേണം. അങ്ങനെയുള്ള ഒരു ഭൗതിക താല്പര്യങ്ങൾ നമ്മുടെ
കുട്ടികളിലും പേരൻസിലും എല്ലാം വളരെ വളർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ആ താല്പര്യത്തിൻ്റെ ഒരു പേരിലാണ് ഈ ഒരു പോകുന്നത്. അപ്പോൾ ഇവിടെ ഇത് സേവിക്കണം, ഇതിൻ്റെ ഭാഗമാകണം, നമ്മുടെ കമ്മ്യൂണിറ്റിയെ ബിൽഡപ്പ് ചെയ്യണം, അങ്ങനെ ഒരു ചിന്ത നമ്മുടെ ഇടയിൽ വളരെ കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ് സങ്കടകരമായ കാര്യം. പിതാവേ, ഞാൻ പിതാവ് മിതത്വത്തെക്കുറിച്ച് ധാരാളം സംസാരിക്കുക മാത്രമല്ല മിതത്വത്തിൽ ജീവിക്കുകയും ചെയ്യുന്നയാളാണ്. തന്നെയുമല്ല, പിതാവിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് അങ്ങനെ തന്നെയാണ്. ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്നയാളാണ് പിതാവ്. ഒരു കർഷക കുടുംബത്തിൻ്റെ എല്ലാ തരത്തിലുള്ള അപര്യാപ്തതകളുടെയും നടുവിലാണ് പിതാവ് വളർന്നത്. നമ്മുടെ ആളുകൾക്ക് ഇന്ന് ഈ കേരളത്തിൽ നിന്ന് ലഭിക്കുന്ന, ഇപ്പം കേരളത്തിലെ ജോലികൾക്ക് ആകർഷകമായ ശമ്പളമുണ്ട്, അതൊന്നും പോരാ. പകരം ഈ വിദേശത്തുള്ള നിന്ന് ലഭിക്കുന്ന 4 ഇരട്ടിയോ 5 ഇരട്ടിയോ ഒക്കെ വരുന്ന തുകകൾ, അതുണ്ടെങ്കിലേ നമുക്കിവിടെ മാന്യമായിട്ട് ജീവിക്കാൻ പറ്റൂ എന്നൊരു ചിന്ത വരികയും, അതുകൊണ്ട് തന്നെ ഈ വിദേശത്ത് പോവുക, അവിടുന്ന് ലക്ഷങ്ങൾ മാസശമ്പളം സമ്പാദിക്കുക എന്നൊക്കെയുള്ളൊരു പ്രവണത വർദ്ധിച്ചു വരുന്നതായിട്ട് പിതാവിന് തോന്നുന്നുണ്ട്. തീർച്ചയായിട്ടും അതൊരു യാഥാർത്ഥ്യമാണ്, അങ്ങനെ വർദ്ധിച്ചു വരുന്നുണ്ട്. അതൊരു മനുഷ്യൻ്റെ ഒരു സ്വപ്നമാണ്, കൂടുതൽ മെച്ചപ്പെട്ട ജീവിത സൗകര്യങ്ങൾ, സാഹചര്യങ്ങൾ. നമ്മളെ സംബന്ധിച്ച് എടുക്കുകയാണെങ്കിൽ മിടുക്കരായ ആളുകളാണ് പുറത്തേക്ക് കൂടുതൽ പോവുകയും അവിടെ പോയി അത്ര മിടുക്ക് ആവശ്യമില്ലാത്ത ജോലികളൊക്കെ ചെയ്ത് അവർ ജീവിക്കുകയും ചെയ്യുന്നു. നമ്മുടെ നാട്ടിലെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തി നമ്മുടെ നാട്ടിൽ ജോലി നേടാനുള്ള പരിശ്രമം നമ്മുടെ ചെറുപ്പക്കാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. അങ്ങനെ നമ്മുടെ നാട്ടിൽ ജോലി കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ മറ്റു സ്ഥലങ്ങളിൽ പോവുകയും അതുപോലെ തന്നെ കിട്ടുന്ന ജോലിയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യുന്നതും അനിവാര്യതയാണ്. കാരണം എല്ലാവർക്കും നമ്മുടെ നാട്ടിൽ ജോലി കിട്ടുന്നില്ല. പക്ഷേ ഈ വിദേശ ഭ്രമം അത് ഒരു തെറ്റാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മളവിടെ ആളുകളുടെ ജീവിത അവസ്ഥകളെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ ഇവിടത്തെക്കാളും ജീവിത ചെലവ് അവിടെ വളരെ കൂടുതലാണ്. ഇനി ഇവർ ജീവിക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം. കാരണം ഭാര്യയും ഭർത്താവും രാവും പകലും അധ്വാനിക്കണം. യഥാർത്ഥത്തിൽ അവർ ജീവിക്കുന്നത് പലപ്പോഴും നാട്ടിൽ വരുമ്പോൾ, അവധിക്കൊക്കെ വരുമ്പോഴായിരിക്കും കൂടുതൽ അവർ ജീവിക്കുന്നത്. അപ്പോൾ ഈ ജീവിതത്തെക്കുറിച്ച് തന്നെയുള്ള ഒരു ചിന്താഗതിയുടെ ഭാഗമാണ് ഈ അമിതമായ വിദേശ ഭ്രമം അടുത്ത കാലത്ത് ഉണ്ടായിരിക്കുന്നത്. ഇത്രയും ആളുകളെ ഉൾക്കൊള്ളാനുള്ള സാധ്യതകളും ആ നാടുകൾക്കുണ്ടോ എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് എനിക്ക് പറയാനായിട്ടുള്ളത്, ആരും പുറത്ത് പോകണ്ടെന്ന് ഞാൻ പറയില്ല. കാരണം നമ്മുടെ നാട്ടിൽ അതിനുള്ള ജോലി സാധ്യതകളില്ല. മറ്റ് സ്ഥലങ്ങളിലാണ് കൂടുതൽ സാധ്യതകളുള്ളത്. ജനസംഖ്യ കുറഞ്ഞ രാജ്യങ്ങളിൽ സ്കിൽഡ് ലേബറേഴ്സും അതുപോലെ തന്നെ ഡ്രൈവർമാർ, നേഴ്സിങ്, അങ്ങനെയുള്ള സാധ്യതകളെല്ലാം സ്കോപ്പുണ്ട്. പോകാൻ സാധ്യതയുള്ളവരൊക്കെ പോകട്ടെ. പക്ഷേ ഈ നാട്ടിൽ നല്ല ജോലി നേടാൻ സാധ്യതയും കഴിവുമുള്ളവർ ഈ നാട്ടിൽ നിൽക്കുകയും ജനിച്ച നാടിനോട് ഒരു കമ്മിറ്റ്മെൻറ്റ് കാണിക്കുകയും ചെയ്യേണ്ടത് വലിയ ഒരു ആവശ്യമാണ്. അത് നമ്മുടെ ദേശത്തോട് തന്നെയുള്ള ഒരു ബന്ധത്തിൻ്റെ ഭാഗമാണ്. അതിൽ നമ്മൾ കുറച്ചുകൂടി വളരണമെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ഈ സാധ്യതകൾ, പ്രത്യേകിച്ച് ആളുകളൊക്കെ പറയുമല്ലോ ഈ ബ്രെയിൻ ലോസ് എന്നൊക്കെ പറയുന്നു. നമുക്ക് നമ്മുടെ ഇവിടെ പഠിച്ച് മിടുക്കരായവർ, അവരുടെ സേവനം ഇവിടെ കിട്ടേണ്ടതുണ്ട്. അതിവിടുത്തെ ജനങ്ങൾക്ക് അത് അർഹതപ്പെട്ടതുമാണ്. അങ്ങനത്തെ ഒരു ചിന്താഗതിയുമൊക്കെ നാടിനോടുള്ള പിതാവ് നേരത്തെ ഉപയോഗിച്ച ഒരു സമർപ്പണ ബോധം ഒക്കെ ഉണ്ടായാൽ കുറച്ചുകൂടി ഇവിടെ നിൽക്കാനൊക്കെയുള്ളൊരു പ്രവണത രൂപപ്പെടും. തീർച്ചയായിട്ടും അത് ഉണ്ടാകും. മറ്റൊരു കാര്യം കൂടി എനിക്ക് പറയാനായിട്ടുള്ളത് ഇതാണ്. നമ്മളൊരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഇന്ത്യയിൽ വളരെ ചെറിയൊരു കമ്മ്യൂണിറ്റിയാണ്. ഒരുപക്ഷെ 2.3% കാണുമായിരിക്കാം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി. ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾക്ക് വല്ലാത്തൊരു അരക്ഷിതത്വ ബോധം അടുത്ത കാലത്തായിട്ടുണ്ട്. കാരണം പല രീതിയിലുള്ള ഈ മതത്തെ വർഗീയവൽക്കരിക്കപ്പെട്ടതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന വലിയൊരു അരക്ഷിതത്വ ബോധം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ വളരെ ശക്തമായിട്ട് ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്തള്ളപ്പെടും, നീതി കിട്ടുകയില്ല, തങ്ങളുടെ സാധ്യതകൾക്ക് മങ്ങലാണ്, ഗവൺമെൻറ് തലത്തിൽ തങ്ങൾ ഒരിക്കലും ജോലിയിലെത്തിയല്ല, സ്വകാര്യ തലത്തിൽ എന്തെങ്കിലും സംരംഭങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു തീവ്രവാദത്തിൻ്റെ തലം വളരെ രൂക്ഷമായതുകൊണ്ട് വലിയ പ്രതീക്ഷയില്ല എന്നുള്ള ചിന്ത പ്രത്യേകിച്ച് മാതാപിതാക്കളിലുണ്ട്. അത് അഭ്യസ്തവിദ്യരായ മാതാപിതാക്കൾ അത് വളരെ കൂടുതലാണ്. പിന്നെ ഈ സാഹചര്യങ്ങളുടെ എല്ലാവർക്കും ഏകദേശം ഒരു ധാരണയൊക്കെ ഉണ്ട്. ആ ഒരു ചിന്ത വളരെ വലുതാണ്. അത് അത്ര അടിസ്ഥാനരഹിതമാണെന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെ ഒരു ചിന്ത നമുക്കുണ്ട്. അങ്ങനെ നമ്മളൊരു സൈഡ് ലൈൻ ചെയ്യപ്പെടുന്നു എന്നുള്ളൊരു ഫീലിംഗ് വളരെ ശക്തമാണ്. പ്രത്യേകിച്ച്
യുവജനങ്ങൾ അവർ കാര്യം ചിലപ്പോൾ 12ാം ക്ലാസ് കഴിയുമ്പോൾ കുറച്ച് നാൾ പള്ളി വന്നില്ല, അല്ലെങ്കിൽ ഇച്ചിരി വിമർശിച്ചു എന്നതിൻ്റെ പേരിലൊന്നും അവർ സഭയിൽ നിന്ന് പുറത്താണെന്നൊന്നും ഞാൻ കരുതുന്നില്ല. പക്ഷേ അവരുടെ ഉള്ളിൻ്റെ ഉണ്ട്, ഞാനൊരു ക്രിസ്ത്യാനി ആയതുകൊണ്ട് ഈ സാധ്യതകളുടെ തലത്തിൽ ഞാൻ പിന്തള്ളപ്പെടും, ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും. അതും ഈ ഒരു ചിന്ത, ഒരു സുരക്ഷിതത്വ ചിന്ത അവരെ നയിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പിതാവ്, ഈ അരക്ഷിതത്വ ബോധം എന്ന് പറഞ്ഞപ്പോഴാണ് ശരിക്കും അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ ഒരു ഭാരതത്തിൻ്റെ ഒരു കൾച്ചർ എടുത്താൽ നമുക്കറിയാം, നമ്മൾ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ വളരെ ചെറിയൊരു വിഭാഗമാണ്. എങ്കിലും ഈ ചെറിയ വിഭാഗം ഈ രാജ്യത്തിന് നൽകിയ സംഭാവനകൾ വലുതാണ്. വിദ്യാഭ്യാസത്തിൻ്റെ തലത്തിലും ആതുരാലയങ്ങളുടെ തലത്തിലും മറ്റു പല തലങ്ങളിലുമൊക്കെ ഈ ചെറിയ സമൂഹം ഈ ഭാരതത്തിന് നൽകിയ സംഭാവനകളെ വളരെ നന്ദിയോടെ ഓർക്കുകയും അത്തരത്തിൽ രൂപപ്പെടുന്ന ഒരു സൗഹാർദ്ദം മതങ്ങൾ തമ്മിൽ നമ്മൾ അനുഭവിക്കുകയും ചെയ്താണ് ജീവിച്ചത്. ഇന്ന് ചിലപ്പോഴെങ്കിലും അത്തരത്തിൽ നമ്മളുടെ സംഭാവനകളെ അവഗണിക്കുന്ന അല്ലെങ്കിൽ ചരിത്രത്തെ വിസ്മരിക്കുന്ന ഒരനുഭവം വേദനാജനകമല്ലേ നമുക്ക്? അത് നമ്മുടെ നാടിൻ്റെ ഒരു ദുരന്തമാണ്, ഈ ചരിത്രത്തെ തമസ്കരിക്കുന്ന ഈ സംഭവ വികാസങ്ങൾ. നാം കേരളത്തിൻ്റെ ഒരവസ്ഥ എടുക്കുകയാണെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ട് കേരളത്തിൽ ഒരു വളർച്ച കൊണ്ടുവന്നത് ക്രിസ്ത്യൻ മിഷണറിമാരാണ്. ഈ പള്ളിയോടൊപ്പം പള്ളിക്കൂടം തുടങ്ങി, അതുപോലെ തന്നെ മാറ്റി നിർത്തപ്പെട്ട സമൂഹങ്ങളിലേക്ക് വിദ്യാഭ്യാസം എത്തിക്കാൻ തുടങ്ങി. സ്ത്രീ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ, അതുപോലെ തന്നെ ചാരിറ്റി പ്രവർത്തനങ്ങളിൽ എല്ലാത്തിലും വളരെ മുന്നിട്ട് കേരളമാണ്. അതിലെ ക്രൈസ്തവ സമൂഹം അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഭാരതത്തെക്കുറിച്ച് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ വിദ്യാഭ്യാസ വളർച്ചയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും ഏറ്റവും വലിയ സംഭാവന കൊടുത്തിരിക്കുന്നത് ഈ 2.3% ഈ ക്രൈസ്തവ സമൂഹമാണ്. പക്ഷേ നമുക്കറിയാം, തീവ്ര മതവികാരത്തെ വളർത്തി തീവ്ര ഒരു സാംസ്കാരിക ധ്രുവീകരണം നടത്തി പല രീതിയിൽ, ഓരോ സംസ്ഥാനത്തും ഓരോ രീതിയിലാണ് ഇങ്ങനെ നടത്തിയെടുത്ത് ഈ ക്രൈസ്തവ സംഭാവനകളെ ചരിത്രപരമായിട്ട് തമസ്കരിക്കുന്ന വലിയ ഭീകരമായ ഒരവസ്ഥ നമ്മൾ കാണുന്നുണ്ട്. അത് തീർച്ചയായിട്ടും അനീതിയാണ്, സത്യത്തോടുള്ള ഒരു കണ്ണടയ്ക്കുന്ന ഒരു സംവിധാനമാണ്. ആ രീതിയിൽ ചരിത്ര നിർമ്മിതി നടക്കുകയാണ്. അത് പ്രത്യേകിച്ച് നമ്മൾ കേരളത്തിന് വെളിയിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ രീതിയിലുള്ള ചരിത്ര നിർമ്മിതി പഠിച്ചു വരുന്ന ധാരാളം ആളുകളുണ്ട്. അപ്പോൾ അവരുടെ ഒരു മെൻറ്റാലിറ്റി തന്നെ അങ്ങനെയാണ്. അത് ശരിക്കും ഒരു നമ്മുടെ ഈ മതേതര സമൂഹത്തിന് വലിയൊരു ഭീഷണിയായിട്ട് വളർന്നു വരുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അഭിവന്ദ്യമാർ ജോൺ നെല്ലിക്കുന്നേൽ പിതാവിലൂടെ വളരെ സരളമായ രീതിയിൽ സഭയുടെ സ്വരം, നമ്മളിന്ന് അനുഭവിക്കുന്ന പ്രതിസന്ധികളിൽ, നമ്മുടെ ആവശ്യങ്ങളിലൊക്കെ സഭയുടെ സ്വരം എന്താണെന്ന് പിതാവ് നമ്മളോട് വളരെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ സംസാരിച്ചു. ഈ ചിന്തകൾ ഇവിടെ തീരുന്നില്ല. അടുത്ത എപ്പിസോഡിൽ നമ്മൾ വീണ്ടും പിതാവിൻ്റെ ഹൃദയം തുറന്ന ചിന്തകൾ നമ്മൾ ശ്രവിക്കും. അതുവരെ എല്ലാവർക്കും ഹൃദയപൂർവ്വമായ നന്ദി.